ഇന്ത്യ അയർലൻഡ് രണ്ടാം T20 മത്സരം നാളെയാണ് നടക്കാനായിരിക്കുന്നത്. രണ്ടാം മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ ഇറങ്ങുമ്പോൾ പ്ലേയിങ് 11-ൽ വൻ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആദ്യ മത്സരത്തിലെ തോൽവിയെ തുടർന്ന് ശിവം ദുബെ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർക്ക് ടീമിലെ സ്ഥാനം നഷ്ടമായി പുതിയ താരങ്ങൾ പ്ലേയിങ് 11-ലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ആദ്യ മത്സരം അയർലൻഡ് ജയിച്ചതിനാൽ തന്നെ രണ്ടാം മത്സരം തോറ്റാൽ ടീം ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകും. ടീമിലെ മാറ്റങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ 20 പന്തിൽ 50 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ രണ്ടാം മത്സരത്തിലും ഓപ്പണറായി തന്നെ തുടരും. ആദ്യ മത്സരത്തിൽ അഭിഷേക് മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തത്. ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയ മലയാളി താരം സഞ്ജു സാംസണിന് പകരം വൈഭവ് സൂര്യവംശിക്ക് അരങ്ങേറാനുള്ള അവസരം ഒരുക്കണമെന്നുള്ള മുറവിളി ശക്തമാണെങ്കിലും ഒരു മത്സരത്തിലെ പരാജയം കൊണ്ട് സഞ്ജുവിനെ മാറ്റാനിടയില്ല. അതോടെ തന്നെ രണ്ടാം മത്സരത്തിലും സഞ്ജു ഓപ്പണറായി തന്നെ തുടരും. സഞ്ജുവിനെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറ്റി വൈഭവിന് അവസരം നൽകിയാൽ ടോപ്പ് ഓർഡർ 3-ലെ 3 പേരും ഇടംകൈയന്മാരായി മാറും. പിന്നീട് വരുന്ന തിലക് വർമ്മയും ശിവം ദുബെയും വാഷിംഗ്ടൺ സുന്ദറുമെല്ലാം ഇടംകൈയൻ ബാറ്റർമാരാണെന്നതിനാൽ തന്നെ വലംകൈയൻ ബാറ്ററായ സഞ്ജുവിനെ മാറ്റാനിടയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. മൂന്നാം നമ്പറിൽ ആദ്യ മത്സരത്തിൽ ഒരു റൺസെടുത്ത് പുറത്തായി നിരാശപ്പെടുത്തി ഇഷൻ കിഷനും രണ്ടാം മത്സരം നിർണായകമാണ്. അയർലൻഡിനെതിരെ രണ്ടാം മത്സരത്തിൽ തിളങ്ങിയില്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരായി T20 പരമ്പരയിൽ പുറത്തിരിക്കേണ്ടതായി തന്നെ വരും. മധ്യനിരയിൽ ഫിനിഷറായി ഇറങ്ങി നിരാശപ്പെടുത്തി ശിവം ദുബെ നാളെ പുറത്താകുമുള്ള സാധ്യതകളാണ് കാണുന്നത്. പകരം മുംബൈയുടെ യുവ ഓൾറൗണ്ടർ സൂര്യൻ ഷെഡ്ജെ ഇന്ത്യയുടെ പ്ലേയിങ് 11-ലേക്ക് എത്താനുള്ള സാധ്യതകളാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആദ്യ മത്സരത്തിൽ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും നിരാശപ്പെടുത്തിയ വാഷിംഗ്ടൺ സുന്ദറിന് പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ രവി ബിഷ്ണോയെ ടീം ഇന്ത്യ രണ്ടാം മത്സരത്തിലേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആദ്യ മത്സരത്തിൽ 4 ഓവറിൽ 57 റൺസ് വഴങ്ങി നിരാശപ്പെടുത്തിയ പേസർ പ്രസിദ്ധ് കൃഷ്ണയ്ക്കും രണ്ടാം മത്സരത്തിൽ ഇടമുണ്ടാകില്ല. പ്രസിദ്ധിന് പകരം IPL-ൽ മിന്നിയ പ്രിൻസ് യാദവിനെ ടീം ഇന്ത്യ പരിഗണിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ പ്ലേയിങ് 11 റിപ്പോർട്ടുകളിൽ പറയുന്നത്. പ്രിൻസ് കളിച്ചില്ലെങ്കിൽ പകരം മുഹമ്മദ് സിറാജ് ആയിരിക്കും പ്രസിദ്ധിന് പകരം കളിക്കാനായിരുന്നത്. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11-നെ പരിഗണിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി, സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ഹർഷിത് റാണ, സൂര്യൻ ഷെഡ്ജെ, അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ്, പ്രിൻസ് യാദവ്, അർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും 11-ൽ ഉണ്ടാവുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടീം ഇന്ത്യക്ക് വേണ്ട ആ ഒരു ഓപ്പണിംഗ് കോംബോ ഏതാണ്? അഭിഷേക് സൂര്യവംശി സഖ്യമാണോ, സഞ്ജു സൂര്യവംശി സഖ്യമാണോ, അതോ അഭിഷേക് സഞ്ജു സഖ്യമാണോ ടീം ഇന്ത്യയെ സംബന്ധിച്ച് ശക്തമായ ടോപ്പ് ഓർഡർ ഓപ്പണിംഗ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക.